ഹലോ അസ്സലാമലൈക്കും. മുട്ടയും മൈദയും ഒന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആട്ടോ, അതേപോലെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് റവയില്ലേ അത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പഞ്ചസാരയാണ്, അതും കൂടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ്. ചൂട് കൂടി പോകരുതിട്ട്, ഒരു ഇളം ചൂട് മതി കേട്ടോ. എന്നിട്ട് കറക്റ്റ് 250 ml കപ്പിൽ ഒരു കപ്പ് തന്നെ കേട്ടോ എടുത്തത്. ഫുള്ളായിട്ട് ഒഴിക്കാണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ റവ പാലിൽ എന്താ പറയുക, പാലിലൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഈ റവയും പാലും നല്ലോണം ഒന്ന് കുതിർന്നിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഒന്നും കൂടി അത് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നല്ലോണം ഈ റവയിൽ പാല് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ, മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് നെയ്യാട്ടോ ഞാനിപ്പോൾ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് എടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലേ അത് എടുക്കുക കേട്ടോ. നെയ്യും ബട്ടറൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പാലിൻ്റെ ഒരു കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ച് വന്നപ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ടാണുള്ളത്. എന്നിട്ട് നമ്മളെ നേരത്തെ പാലിൻ്റെ ബാക്കിയില്ലേ ഒരു ലേശം ഒരിത്തിരിയും കൂടിയുണ്ട്, കുറച്ചും കൂടിയുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതേ മെഷർമെൻറ്റും ഇതേ എന്താ പറയുക ഈ കറക്റ്റ് അളവിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബാറ്റർ ഇല്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടൂട്ടി ഫ്രൂട്ടിൻ്റെ മിക്സ് ഇല്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ തന്നെ വാനില എസൻസ് ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡേൻ്റെ മുകളിൽ ഒരു ചെറിയ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ആക്റ്റീവായി കിട്ടേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വിസ്ക് വെച്ചാട്ടോ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലാം പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ, നമുക്ക് മിക്സ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കേക്ക് ടിന്ന എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബാറ്ററി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടൊന്നും ഒരാവശ്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ടിയും എന്താ പറയുക ഡ്രൈ ഗ്രേപ്സ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടം പോലെ എങ്ങനെ വേണേൽ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മൂടി അടച്ച് വെച്ച് കൊടുത്തിട്ട് അത് ചെറിയ ഹോൾസ് ഇല്ലേ അതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് തീരെ ആവി പുറത്ത് പോവരുത്, ആവി പുറത്ത് പോയാൽ ഇത് കുക്കായി കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതാ ഒരു കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കിത് കുക്കിംഗ് ടൈം. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കേക്കും മുട്ടയും മൈദയും വെച്ചിട്ടൊക്കെ ചെയ്യുന്ന കേക്കില്ലേ, അതേപോലെ അതേ കറക്റ്റ് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആട്ടോ, അതേപോലെ നല്ല ഫ്ലേവറുമാണ്. എന്താ പറയുക, നെയ്യിൻ്റെയും കസ്റ്റേർഡ് പൗഡറും പാൽപ്പൊടിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ആട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. മുട്ടയും മൈദേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.